ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന പരമ്പരയിലെ 13-ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. പരിശുദ്ധ കന്യകാമറിയത്തെ മധ്യസ്ഥ എന്ന് വിളിക്കാമോ? അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പിതാവായ ദൈവത്തിൻ്റെ മകളും പുത്രനായ ദൈവത്തിൻ്റെ മാതാവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ മണവാട്ടിയുമായ മറിയം ദൈവമാതാവും നിത്യകന്യകയും അമലോത്ഭവയും സ്വർഗാരോപിതയുമാണ്. ഇവ നാലും കത്തോലിക്കാ സഭയുടെ വിശ്വാസ സത്യങ്ങളായി തിരുസഭ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. മറിയം ദൈവമാതാവാണെങ്കിലും ദൈവമല്ല. അതുകൊണ്ട് മറിയത്തെ ആരാധിക്കുന്നില്ല, വണങ്ങുക മാത്രമേ ചെയ്യുന്നുള്ളൂ. കാരണം ആരാധനയ്ക്ക് യോഗ്യൻ ദൈവം മാത്രമാണ്. പരിശുദ്ധ കന്യകാമറിയത്തിന് സഭയിൽ നൽകപ്പെടുന്ന വണക്കത്തിന് നൽകുന്ന ദൈവശാസ്ത്ര നാമമാണ് കൾത്തൂസ് ഹൈപ്പർദൂളിയ. മാധ്യസ്ഥ്യം. മധ്യസ്ഥൻ എന്നാൽ രണ്ട് വ്യക്തികൾക്കോ വിഭാഗങ്ങൾക്കോ ഇടയിൽ നിന്ന് ഒരു പ്രശ്നം പരിഹരിക്കാൻ സഹായിക്കുകയോ അല്ലെങ്കിൽ രണ്ടു ഭാഗങ്ങൾക്കിടയിൽ ഒരു ഉടമ്പടിക്ക് കാരണമാകുകയോ ചെയ്യുന്ന വ്യക്തിയാണ്. എന്നാൽ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിനെയാണ് മാധ്യസ്ഥ്യം എന്ന് പറയുന്നത്. കത്തോലിക്കാ സഭയിൽ രണ്ട് തരത്തിലുള്ള മാധ്യസ്ഥ്യമുണ്ട്. ഒന്ന് പ്രാർത്ഥനാ മാധ്യസ്ഥ്യം അഥവാ അപേക്ഷാ മാധ്യസ്ഥ്യം. രണ്ട് രക്ഷാകര മാധ്യസ്ഥ്യം അഥവാ മീഡിയാട്രിക്സ്. പരിശുദ്ധ കന്യകാമറിയത്തോടും വിശുദ്ധരോടും നാം പ്രാർത്ഥനാ മാധ്യസ്ഥ്യമാണ് യാചിക്കുന്നത്. സ്വർഗത്തിൽ നമ്മുടെ നിത്യജീവിത കാര്യങ്ങൾക്ക് വേണ്ടി തൻ്റെ പുത്രൻ്റെ അടുക്കൽ മാധ്യസ്ഥ്യം വഹിക്കുന്ന അമ്മയാണ് പരിശുദ്ധ കന്യകാമറിയം. മനുഷ്യരുടെ കാര്യത്തിൽ ലളിതമായി ഇടപെടുവാൻ മാതാവിന് സാധിക്കും. അടയാളങ്ങൾ നൽകുവാൻ മാതാവിന് ദൈവം പ്രത്യേക അധികാരം നൽകിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് മുല്ലപ്പൂവിൻ്റെ മണവും അതിപുരാതന നാർദീൻ സുഗന്ധവും മറ്റും അനുഭവിക്കാൻ വിശ്വാസികൾക്ക് സാധിക്കുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളിലും മാതാവ് ഇടപെടുമെന്നതിന് തെളിവാണ് കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് മാതാവ് ഇടപെട്ടത്. മറിയത്തിൻ്റെ മാധ്യസ്ഥത്തിലുള്ള ആദ്യത്തെ അത്ഭുതമായിരുന്നു കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് നടന്നത്. യോഹന്നാൻ 2-ാം അധ്യായം 1 മുതൽ 11 വരെ തിരുവചനങ്ങൾ. രക്ഷാകര മാധ്യസ്ഥ്യം അഥവാ മീഡിയാട്രിക്സ്. ദൈവത്തിൻ്റെ വചനം ലംഘിക്കുക വഴി മനുഷ്യൻ ദൈവത്തോട് ചെയ്ത പാപത്തിന് പരിഹാരം ചെയ്യുവാൻ മനുഷ്യന് സാധിക്കില്ല. ഇത് പരിഹരിക്കുന്നതിന് ദൈവം തന്നെ മനുഷ്യനായി മനുഷ്യൻ ചെയ്ത പാപത്തിന് മനുഷ്യപ്രകൃതിയിൽ പീഡകൾ അനുഭവിച്ചുകൊണ്ട് ദൈവത്തോട് പരിഹാരം ചെയ്തു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷയായി. അങ്ങനെയാണ് യേശുക്രിസ്തു മധ്യസ്ഥനാകുന്നത്. പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 5-6 തിരുവചനങ്ങൾ ഇപ്രകാരമാണ്: എന്തെന്നാൽ ഒരു ദൈവമേയുള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ, മനുഷ്യനായ യേശുക്രിസ്തു. അവൻ എല്ലാവർക്കും വേണ്ടി തന്നെ മോചനദ്രവ്യമായി നൽകി. ദൈവത്തിനും മനുഷ്യർക്കുമിടയിലുള്ള ഏക മാധ്യസ്ഥൻ മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവാണെന്നും അവൻ ഏകരക്ഷകനാണെന്നും ഈ വചനം വ്യക്തമാക്കുന്നു. 2-ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ തിരുസഭയെക്കുറിച്ചുള്ള ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ 8-ാം അധ്യായം ദൈവമാതാവായ ഭാഗ്യപ്പെട്ട കന്യകാമറിയം എന്ന തലക്കെട്ടിൽ പറയുന്നത് ഇപ്രകാരമാണ്: മനുഷ്യരോട് മറിയത്തിനുള്ള കടമ മിശിഹായുടെ അനന്യമായ മാധ്യസ്ഥ്യത്തെ ഒരു വിധത്തിലും മങ്ങലേൽപ്പിക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നില്ല. മാതാവ് നമുക്ക് വേണ്ടി ദൈവത്തോട് മാധ്യസ്ഥ്യം യാചിക്കുന്നതിന് ഇൻ്റർസെഷൻ എന്നാണ് പറയുന്നത്. ഈശോയാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഏക മധ്യസ്ഥൻ അഥവാ പാലം. ഈശോയിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തിലേക്ക് എത്താനാകൂ. ഈശോയുടെ മാധ്യസ്ഥ്യത്തിന് മീഡിയേറ്റർ എന്നാണ് പറയുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് ഖണ്ഡിക 6-ൽ മറിയം ക്രിസ്തുവിൻ്റെ അമ്മയും സഭയുടെ അമ്മയുമാണ് എന്ന് എടുത്തു പറയുന്നു. മാറ്റർ പോപ്പുലി ഫിഡലിസ് അല്ലെങ്കിൽ വിശ്വാസികളുടെ മാതാവ്. വിശ്വാസ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള വത്തിക്കാൻ കാര്യാലയം ലിയോ 14-ാം മാർപ്പാപ്പയുടെ അംഗീകാരത്തോടെ മാറ്റർ പോപ്പുലി ഫിഡലിസ് അല്ലെങ്കിൽ മദർ ഓഫ് ദ ഫെയ്ത്ത്ഫുൾ പീപ്പിൾ ഓഫ് ഗോഡ്, വിശ്വാസികളുടെ മാതാവ് എന്ന പ്രബോധനം 2025 നവംബർ 4-ാം തീയതി പ്രസിദ്ധീകരിച്ചു. എന്തിനു വേണ്ടിയാണ് ഈ പ്രബോധന രേഖ വത്തിക്കാൻ പുറത്തിറക്കിയത്? മറിയത്തെ വിളിച്ചപേക്ഷിക്കുന്ന അഭിധാനങ്ങളായ സഹരക്ഷിക, എല്ലാ കൃപാവരങ്ങളുടെയും മധ്യസ്ഥ എന്നിവ കൂടി വിശ്വാസ സത്യങ്ങളായി സഭ പ്രഖ്യാപിക്കണമെന്ന ആവശ്യമുയരുകയും ലക്ഷക്കണക്കിന് ആളുകൾ ഒപ്പിട്ട പ്രമേയങ്ങൾ വത്തിക്കാനിൽ ലഭിക്കുകയും ചെയ്തു. ഇവ വിശദമായി പഠിച്ച ലോക പ്രശസ്ത ദൈവശാസ്ത്രജ്ഞന്മാർ 1997 സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇവ വിശ്വാസ സത്യങ്ങളായി പ്രഖ്യാപിച്ചില്ല. എന്നാൽ ഈ ആവശ്യം തുടർന്നും ചർച്ച ചെയ്യപ്പെടുകയും വാദപ്രതിവാദങ്ങൾ നടക്കുകയും വിശ്വാസികളുടെ ഇടയിൽ ഭിന്നിപ്പുകൾ ഉണ്ടാവുകയും ചെയ്തു തുടങ്ങിയപ്പോൾ
പതിറ്റാണ്ടുകളായി തുടരുന്ന ഇക്കാര്യത്തിനൊരു അന്തിമ തീർപ്പ് കൽപ്പിക്കേണ്ടത് ആവശ്യമായി വന്നു. 80 ഖണ്ഡികകളുള്ള ഈ ഡോക്യുമെൻ്ററിയിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മഹത്വം എടുത്തു പറയുന്നു. മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രന് ജന്മം കൊടുക്കുക വഴി ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയം നമ്മുടെയും അമ്മയാണ്. മറിയത്തിൻ്റെ ആത്മീയ മാതൃത്വത്തോട് ചേർന്ന് നിൽക്കാനുള്ള ആഹ്വാനമാണ് ഈ പ്രബോധന രേഖയുടെ ഹൃദയം. രക്ഷാകര പദ്ധതിയിൽ മറിയം വഹിച്ച അതുല്യമായ സഹകരണത്തെ പ്രകടമാക്കുന്ന ദൈവമാതാവ്, വിശ്വാസികളുടെ മാതാവ്, സഭയുടെ മാതാവ് തുടങ്ങിയ അഭിധാനങ്ങൾ മറിയത്തെ ആദരിക്കാൻ ഉപയോഗിക്കണമെന്ന് ഈ പ്രബോധനരേഖ വിശ്വാസികളെ ഉത്ബോധിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ തെറ്റിദ്ധാരണയ്ക്കിടയാക്കാവുന്ന ചില വിശേഷണങ്ങളെ വിവേകപൂർവം ഒഴിവാക്കാനും ഈ പ്രബോധനരേഖ ആവശ്യപ്പെടുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സഹരക്ഷിക, കോ റിഡംട്രിക്സ് എന്ന വിശേഷണം ഒഴിവാക്കാനുള്ള നിർദ്ദേശമാണ്. തിരുസഭ ഒരിക്കലും പരിശുദ്ധ കന്യകാമറിയം സഹരക്ഷികയാണെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. മറിയത്തോടുള്ള സ്നേഹാദരവുകൾ പ്രകടിപ്പിക്കാൻ ചില മരിയ ഭക്തർ പരിശുദ്ധ അമ്മയെ സഹരക്ഷിക എന്ന് വിശേഷിപ്പിച്ചിരുന്നു. എന്നാൽ ഈ വിശേഷണം ദൈവശാസ്ത്രപരമായി ചില തെറ്റിദ്ധാരണകൾക്ക് കാരണമാകും എന്നത് ചൂണ്ടിക്കാണിക്കുകയാണ് പുതിയ പ്രബോധനരേഖ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഈ പ്രബോധനരേഖ മറിയത്തെ സഹരക്ഷിക എന്ന് വിശേഷിപ്പിക്കരുത് എന്ന് പറയുന്നത്? മറിയത്തെ സഹരക്ഷിക എന്ന് വിശേഷിപ്പിക്കുമ്പോൾ ക്രിസ്തുവാണ് ഏക രക്ഷകൻ എന്ന അടിസ്ഥാന വിശ്വാസ സത്യത്തിന് മങ്ങലേൽപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതായത് ഈശോയും മറിയവും ചേർന്നാണ് മനുഷ്യരക്ഷ സാധ്യമാക്കിയത് എന്ന് ചിന്തിക്കാൻ ഇടയായേക്കാം. മനുഷ്യകുലത്തിൻ്റെ രക്ഷയിൽ ഈശോ വഹിച്ച മനുഷ്യാവതാര, പീഠാനുഭവ, കുരിശുമരണ, ഉത്ഥാനം എന്ന ദൈവിക പദ്ധതിയുടെ മഹത്വത്തിന് ഭംഗം വരുത്താൻ ഇത്തരം തെറ്റിദ്ധാരണ ഇടവരുത്തിയേക്കാമെന്നുള്ളതുകൊണ്ടാണ് ഈ പരാമർശം ഒഴിവാക്കണമെന്ന് പ്രബോധനരേഖ നിർദ്ദേശിക്കുന്നത്. മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അപ്പോസ്തല പ്രവർത്തനം 4:12. മറിയവും ക്രിസ്തുവിൻ്റെ ഈ രക്ഷാകര പദ്ധതിയുടെ യോഗ്യതയാൽ മുമ്പേ രക്ഷിക്കപ്പെട്ടവളാണ്. അതിനാൽ അവൾക്ക് ക്രിസ്തുവിനോടൊപ്പം സഹരക്ഷകയാകാൻ സാധിക്കുകയില്ല. മറിയം സഹരക്ഷകയല്ല, എന്നാൽ രക്ഷാകര ദൗത്യത്തിൽ സവിശേഷമായ വിധം സഹകരിച്ചവളാണ്. 2-ാം വത്തിക്കാൻ കൗൺസിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നു: മറിയത്തിന് രക്ഷാകര പദ്ധതിയിൽ സവിശേഷമായ സ്ഥാനമുണ്ട്. മറിയത്തിൻ്റെ സ്ഥാനത്തിന് അടിസ്ഥാന കാരണം ഈശോയുടെ യോഗ്യതകളാണ്. അതുപോലെ തന്നെ മറിയത്തെ കൃപാവരത്തിൻ്റെ അമ്മ, മീഡിയാട്രിക്സ് ഓഫ് ഓൾ ഗ്രേസസ് എന്ന് വിശേഷിപ്പിക്കുമ്പോൾ എല്ലാ കൃപകളും മറിയത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്നൊരു ധ്വനി അതിനുണ്ടാകാം. സകല കൃപകളുടെയും ഉറവിടം ദൈവം മാത്രമാണ്. ഏകജാതനായ മിശിഹ എല്ലാ കൃപകളും വർഷിക്കുന്നത് അവിടുന്ന് സ്ഥാപിച്ച തിരുസഭയിലെ പരിശുദ്ധ കൂദാശകളിലൂടെയാണ്. ഈ വിശ്വാസ രഹസ്യത്തിൻ്റെ സമഗ്രതയെ പരിരക്ഷിക്കാൻ സകല കൃപകളുടെയും മധ്യസ്ഥ, കൃപാവരത്തിൻ്റെ അമ്മ എന്നീ പ്രയോഗങ്ങളും ഒഴിവാക്കുന്നതാണ് അഭിലഷണീയമെന്ന് പ്രബോധനരേഖ ചൂണ്ടിക്കാണിക്കുന്നു. യേശു പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. യോഹന്നാൻ 10:10. യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം കൃപയ്ക്കുമേൽ കൃപ ലഭിക്കും. അവൻ്റെ നാമത്തിൽ ആദ്യം വിശ്വസിച്ചത് അമ്മയാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് സംഭവിക്കട്ടെ. ലൂക്കാ 1:38. ക്രിസ്തു നേടിയെടുക്കാനിരുന്ന കൃപ ആദ്യമേ ഈശോ അമ്മയ്ക്ക് കൊടുത്തു. വചനം പറയുന്നു, അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. യോഹന്നാൻ 1:16. യേശു കൃപയുടെ പൂർണ്ണതയാണ്. ആ തടാകത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ നദിയാണ് അമ്മ. പരിശുദ്ധ മറിയം നമുക്കായി ദൈവസന്നിധിയിൽ മാധ്യസ്ഥ്യം വഹിക്കുന്നു. മറിയത്തിൻ്റെ മാധ്യസ്ഥത്തെ സ്ഥിരീകരിക്കുന്ന സുവിശേഷ ഭാഗങ്ങളാണ് യോഹന്നാൻ 2:3. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യോഹന്നാൻ 19, 26, 27 തിരുവചനങ്ങൾ. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. ലോകരക്ഷകനായ ദൈവപുത്രനെ നമുക്കായി സമ്മാനിക്കുവാൻ ദൈവത്തോട് സഹകരിച്ച പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള വണക്കം സഭയുടെ വിശ്വാസ സത്യങ്ങൾക്കനുസൃതമായി തന്നെ തുടരുവാനും ഈ പ്രബോധനം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. ശരണം എൻ ഹൃദയത്തിൽ പരിമളമേകും പനിനീർപ്പൂവും നീയമ്മേ. പരിമളനാഥേ മാതാവേ, വാഴ്ത്തുന്നു
സാമിഷ്ഠിക്ക